ഹലോ ഗായ്സ്, അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പുതിയ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ ഞാൻ വരുത്തണം എന്നുണ്ടെങ്കിൽ, അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റിൽ പറയുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലോട്ട് പോവാം. അസുരൻ ഭാഗം 2. ആദ്യ ഗൗരവത്തോടെ അയാളെ നോക്കി. ശേഷം സല്യൂട്ട് ചെയ്ത് പുറത്തേക്കിറങ്ങി. അമിതമായ സംസാരമോ പുഞ്ചിരിയോ ഒന്നും അവനിൽ പ്രകടമായില്ല. അവൻ്റെ പെരുമാറ്റം CM ഐസക്കിൽ ഒരു സംശയം ജനിപ്പിച്ചു. എങ്കിലും അവനിൽ അയാൾ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. അവൻ നേരെ പോയത് സ്റ്റേഷനിലായിരുന്നു. തൻ്റെ മുന്നിലുള്ള കേസ് ഫയൽ നോക്കി. ആരാണിതിന് പിന്നിലെങ്കിലും അവർ വളരെ തന്ത്രശാലികളും അപകടകാരികളുമാണ്. CM തന്നിൽ നിന്നും മറച്ചുവെച്ച ആ കാര്യം അവൻ ചികഞ്ഞെടുത്തു. കേസിനെക്കുറിച്ച് തുമ്പ് കിട്ടുന്നവരുടെ ആയുസ് കേവലം ഒരു നാൾ. ആദ്യം ഒന്ന് പുച്ഛിച്ച് ചിരിച്ചു. സാധാരണ നടക്കുന്ന കേസിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒന്നാണിത്. എന്താണ് അന്വേഷിക്കേണ്ടത് എന്നോ എന്താണ് ആ പെൺകുട്ടി SI കൃഷ്ണനാഥിനോട് പറഞ്ഞതോ എന്നോ അറിയില്ല. എന്തായാലും അവളുടെ മൊഴി അയാൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ആദ്യം തൻ്റെ നെറ്റി ഒന്ന് തടവി. എവിടെ നിന്ന് തുടങ്ങും? അവനൊരു എത്തും പിടിയും കിട്ടിയില്ല. പെട്ടെന്ന് അവൻ്റെ മനസ്സിലൊരു ഉപായം തെളിഞ്ഞു. SI കൃഷ്ണനാഥിൻ്റെ വീട്ടിൽ പോകുക. തനിക്ക് വേണ്ടത് അവിടെ നിന്നും ചിലപ്പോൾ കിട്ടും. എന്നാൽ താൻ പോകേണ്ടത് പോലീസ് യൂണിഫോമിലാകരുത്. ഒരുപക്ഷെ അവർക്കത് പ്രശ്നമാകും. ആദ്യം ഒരു ടെക്സ്റ്റൈൽസിൽ കയറി യൂണിഫോം മാറ്റി ഒരു മുണ്ടും ഷർട്ടും വാങ്ങി ചേഞ്ച് ചെയ്തിറങ്ങി. ആദ്യം നേരെ ബുള്ളറ്റ് എടുത്ത് പാഞ്ഞത് കൃഷ്ണനാഥിൻ്റെ വീട്ടിലേക്കായിരുന്നു. ഒരുപക്ഷെ താൻ തിരയുന്നത് അവിടെ കാണുമെന്ന് അവൻ്റെ വിശ്വാസം. സിറ്റിയിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ആ ഗ്രാമത്തിൻ്റെ മൺപാതയിലൂടെ ആദ്യയുടെ ബുള്ളറ്റ് പൊടി പറത്തി ഒരു വല്ലാത്ത ശബ്ദത്തോടെ പാഞ്ഞുപോയി. കൃഷ്ണനാഥിൻ്റെ വീടിൻ്റെ മുറ്റത്ത് അവൻ്റെ ബുള്ളറ്റ് നിന്നു. ആദ്യം ഒന്ന് ചുറ്റും വീക്ഷിച്ചു. പഴമയുടെ മണം വിട്ടുമാറാത്തൊരു 4 കെട്ട് വീട്. പണ്ടെപ്പോഴോ റാം പറഞ്ഞു കൊടുത്ത അയാളുടെ കുടുംബം ആദിക്ക് ഓർമ്മ വന്നു. അറിയാതെ അവനെ തഴുകി കടന്നുപോയ ഇളം കാറ്റിന് പോലും അവനെ തടഞ്ഞു നിർത്താൻ ശേഷിയുണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകൾ ആ 4 കെട്ടിൻ്റെ അങ്ങേയറ്റത്ത് കാണുന്ന കുളത്തിലേക്ക് നീണ്ടു. ആദിയുടെ കാലുകൾ അവയെ ലക്ഷ്യമാക്കി നീങ്ങി. അവൻ കുളത്തിൻ്റെ പടവുകൾ ഇറങ്ങി ഒടുവിലത്തെ പടവിലിരുന്നു. അവൻ്റെ കാലുകൾ വെള്ളത്തിലിട്ടു. ചെറിയ മീനുകൾ വന്ന് അവൻ്റെ പാദത്തിൽ ഇക്കിളി കൂട്ടി. ഒരു നിമിഷം അവൻ സർവ്വവും മറന്നുകൊണ്ട് അവിടെ ഇരുന്നു. പെട്ടെന്ന് എന്തോ ഉൾപ്രേരണയാൽ ആദ്യ അവിടെ നിന്നു എണീറ്റു. അവൻ ധൃതിയിൽ 4 കെട്ടിൻ്റെ അകത്തേക്ക് കയറി. വാതിലിൽ മുട്ടിയപ്പോൾ ഒരനക്കവും ഇല്ലാത്തതുകൊണ്ട് ആദ്യ വാതിലൊന്ന് തള്ളി നോക്കി. അതകത്തേക്ക് തുറന്നതും അവൻ്റെ പാദങ്ങളും ആ വീടിനുള്ളിൽ പ്രവേശിച്ചു. ആദ്യം തന്നെ അവൻ കണ്ടത് അകത്തെ നടുമുറ്റമാണ്. അതിൻ്റെ നടുവിലായൊരു തുളസിത്തറ. അവൻ ചുറ്റും കണ്ണോടിച്ചു. ഒടുവിൽ പതിമുഖം ചിലങ്കയാൽ മറച്ച കടുങ്കാപ്പി മിഴികൾ ഉള്ള ഒരു നർത്തകിയുടെ ആകാരവടിവോടെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രമായിരുന്നു. കറുപ്പും ചുവപ്പും ഇടകലർന്ന അവളുടെ ചൊടിയിൽ എവിടെയോ മനോഹരമായ പുഞ്ചിരി മറഞ്ഞിരിക്കുന്നതായി അവന് തോന്നി. ആരാ അത്? അകത്തളത്ത് നിന്നും പ്രായാധിക്യമുള്ള ഒരു മനുഷ്യൻ ഇറങ്ങി വന്നു. ആരാ കുട്ടിയെ നീ? എന്താ വേണ്ടേ? അയാളുടെ ഓരോ വാക്കിലും വാത്സല്യം തുളുമ്പുന്നതായി ആദിക്ക് തോന്നി. അത് മുത്തശ്ശ, ഞാൻ കൃഷ്ണനാഥിൻ്റെ ഫ്രണ്ടാണ്. അവനെക്കുറിച്ചൊന്നും അറിയാനില്ലാത്തത് കൊണ്ട് തിരക്കി വന്നതാ. അവനത് പറഞ്ഞതും വൃദ്ധൻ്റെ കണ്ണുകളിൽ വിഷാദം ഉരുണ്ടുകൂടി. അയാളുടെ അധരങ്ങൾ വിറച്ചു. മോനെ, എൻ്റെ കണ്ണൻ. അവൻ എവിടെയാ ഉള്ളത് എന്ന് ഈ മുത്തശ്ശൻ അറിയില്ല. എൻ്റെ കുട്ടിയെ കാണാതായിട്ട് മാസങ്ങളായി. എന്നിട്ടും ആരും ഒന്നും എന്നോട് പറയുന്നില്ല. എൻ്റെ കുഞ്ഞ് ജീവനോടെ ഉണ്ടായാൽ മതി. ആ വൃദ്ധൻ്റെ മനസ്സ് മുഴുവനും കണ്ണനും അവൻ്റെ ചിന്തകളുമായിരുന്നു. അയാളുടെ സങ്കടം ആദിയിലൊരു വേദനയുണ്ടാക്കി. അല്ല മുത്തശ്ശ, ഈ കൃഷ്ണൻ എന്നു മുതലാ മിസ്സിങ് ആയത്? എനിക്കൊന്നും അറിയില്ല കുട്ടിയെ. എൻ്റെ വൈശുവിനെ അറിയാമായിരിക്കും. അതാരാ? വൈശാലി, കണ്ണൻ്റെ പെങ്ങളാണ്. ശരിക്കും അവൾ മകളാണ്. കുഞ്ഞിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവരാ രണ്ടാളും. എങ്കിലും എൻ്റെ കണ്ണൻ പോകുന്നത് വരെ അവൾക്ക് ഒന്നിനൊരു കുറവും ഉണ്ടായിരുന്നില്ല. ഒരു പ്രശസ്ത നർത്തകിയാവാനായിരുന്നു എൻ്റെ മോളുടെ ആഗ്രഹം. പക്ഷേ പട്ടിണി വയറിനെ പിടികൂടിയപ്പോൾ എൻ്റെ മോള് പട്ടണത്തിൽ എന്തോ ജോലിക്ക് ശ്രമിച്ചു. ഒടുവിൽ അവൾക്കത് കിട്ടി. ഇപ്പോൾ അവിടെ ജോലിക്ക് പോവുകയാ. അയാളിൽ നിന്നും തനിക്ക് വേണ്ടത് കിട്ടില്ലെന്ന് ആദിക്ക് മനസ്സിലായി. എങ്കിൽ ശരി മുത്തശ്ശ, ഞാൻ ഇറങ്ങുവാ. കണ്ണനെ നമുക്ക് കണ്ടെത്താം. അയാൾ അവന് നേരെ ദയയോടെ നോക്കി. അവൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും എന്തോ ഒന്ന് അവനെ പിടിച്ചു നിർത്തുന്നതായി തോന്നി. അവൻ പിന്നിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് ചിലങ്കയാൽ പാതി മുഖം മറച്ച ആ പെൺകുട്ടിയുടെ ചിത്രമാണ്. അവൻ വേഗം ബുള്ളറ്റ് എടുത്ത് സിറ്റിയിലേക്ക് വിട്ടു. വൈശാലി, കണ്ണൻ്റെ പെങ്ങൾ. അവളിൽ നിന്ന് എനിക്ക് വേണ്ടത് കിട്ടും. ഒരു നിമിഷം എന്തോ ഓർത്തുകൊണ്ട് അവൻ പുഞ്ചിരി തൂകി. നിഹാരിക. വൈശാലി അവളുടെ ഉറ്റ കൂട്ടുകാരിയായ നിഹാരികയെ വിളിച്ചു. എന്താടി പെണ്ണേ? നിഹ, ദാ സമയം 8 മണിയാകാറായി. നമുക്ക് പോകാം. ദാ വരുന്നു വൈശു. നിഹാരിക അവളോട് പറഞ്ഞിട്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി. എക്സ്ക്യൂസ് മീ, നിങ്ങളെ മാനേജർ വിളിക്കുന്നു. കടയിലെ സ്റ്റാഫ് വന്ന് പറഞ്ഞതും വൈശാലി തെല്ലൊരു ആശങ്കയോടെ അയാളുടെ ക്യാബിനിലേക്ക് പോയി.
കയ്യിൽ മദ്യവും ചുണ്ടിലെരിയുന്ന സിഗരറ്റുമായി അയാൾ അവൾക്ക് മുന്നിലിരുന്നു. സർ, എന്തിനാ വിളിച്ചത്? അവൾ ചോദിച്ചതും വിഷു അവളെ നോക്കി ഒന്ന് ചിരിച്ചു. വൈശാലി ഇവിടെ ഇരിക്കൂ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അവൾ മനസ്സിൽ 1000 സംശയത്തോടെ അവിടെ ഇരുന്നു. സി വൈശാലി, ഞാൻ വളച്ചുകെട്ടില്ലാതെ കാര്യം പറയാം. തൻ്റെ വീട്ടിലിപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയല്ലേ? ഞാൻ തന്നെ സഹായിക്കാം, പക്ഷെ താനും എന്നെ സഹായിക്കണം. അയാൾ അവളുടെ ശരീരം മുഴുവനും ചൂഴ്ന്നു നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ പതിയെ എണീറ്റ് പുറത്തു പോകാൻ നിന്നതും അയാൾ അവളെ കടന്നു പിടിച്ചു. അവളെ തൻ്റെ ശരീരത്തോടടുപ്പിച്ച് അയാൾ മുഖം അവളിലേക്ക് അടുപ്പിച്ചു. അവളുടെ ശബ്ദം പുറത്തേക്ക് പോകാതിരിക്കാൻ അയാൾ അവളുടെ വാ പൊത്തിപ്പിടിച്ചു. പെട്ടെന്നാണ് ആരോ വാതിൽ തുറന്ന് അകത്തേക്ക് വന്നത് അയാൾ ശ്രദ്ധിച്ചത്. ആ നിമിഷം വൈശാലിയെ അയാൾ മോചിപ്പിച്ചു. തനിക്ക് മുന്നിൽ നിൽക്കുന്നവൻ്റെ മുന്നിൽ ഇളിഭ്യനായി അയാൾ നിന്നു. ഇതേ സമയം വൈശാലി നിറഞ്ഞ മിഴികളുമായി പുറത്തേക്കിറങ്ങി. അവളുടെ വിതുമ്പുന്ന ചുണ്ടുകളും കലങ്ങിയ കണ്ണുകളും നിഹാരികയിൽ ഒരു സംശയം ജനിപ്പിച്ചു. എന്താടാ, നീ എന്തിനാ കരയുന്നത് മോളെ? കാര്യം പറ. അവൾ ചോദിച്ചതും വൈശാലി അവളുടെ നെഞ്ചിലേക്ക് വീണു പൊട്ടിക്കരഞ്ഞു. നിഹ, അയാൾ എന്നെ... വൈശാലിക്ക് പറഞ്ഞു മുഴുപ്പിക്കാൻ കഴിഞ്ഞില്ല. അതിനു മുന്നേ അവൾ പൊട്ടിക്കരഞ്ഞു. നിന്നോട് ഞാൻ 1000 വട്ടം പറഞ്ഞിട്ടില്ലേ അയാളുടെ അടുത്ത് ഒറ്റയ്ക്ക് പോകരുതെന്ന്? എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് പോകും, അത്ര തന്നെ. പെട്ടെന്ന് ഗാംഭീര്യമായൊരു ശബ്ദം അവരുടെ പിന്നിൽ നിന്നും കേട്ടു. വൈശാലി കണ്ണുകൾ തുടച്ച് പിറകിലേക്ക് നോക്കി. ഒരു ദൈവനിമിത്തം പോലെ ആ മുറിയിലേക്ക് കടന്നു വന്ന ആള്. ഇതിലാരാ വൈശാലി? അയാൾ ചോദിച്ചതും വൈശാലി മുന്നിലേക്ക് വന്നു. ഞാനാ, എന്തു വേണം? അവൾ ചോദിച്ചതും അയാൾ പറഞ്ഞു. ഒന്ന് പുറത്തേക്ക് നിന്നാലോ? കൃഷ്ണനാഥിൻ്റെ കാര്യം പറയാനാണ്. അവളുടെ ചേട്ടൻ്റെ പേര് കേട്ടതും വൈശാലി പെട്ടെന്ന് അയാളുടെ കൂടെ പുറത്തേക്ക് പോയി. ഞാൻ ആർദ്രവ്, തൻ്റെ ഏട്ടൻ്റെ ഫ്രണ്ടാണ്. അവൾ അയാളിലേക്ക് നോട്ടം തെറ്റിച്ചു. തൻ്റെ ഏട്ടൻ മിസ്സിംഗ് ആകുന്നതിന് മുന്നേ എന്തെങ്കിലും തന്നോട് പറഞ്ഞിരുന്നോ? അവൻ്റെ ചോദ്യത്തിന് മുന്നിൽ വൈശാലി പതറി. ഇല്ല, എന്താ? നത്തിങ്. തൻ്റെ വീട്ടിൽ പോയിരുന്നു. അവിടെ ഒരു മുത്തശ്ശനുണ്ട്. അദ്ദേഹം കാണാതായ തൻ്റെ പേരക്കുട്ടിയെക്കുറിച്ച് കണ്ണീരോടെ പറഞ്ഞു. അതുകൊണ്ട് തന്നോട് ചോദിക്കാൻ വന്നതാ. പിന്നെ അദ്ദേഹം എന്നോട് ആത്മാഭിമാനത്തോടെ പറഞ്ഞത് എന്താണെന്നറിയോ? എൻ്റെ വൈഷു സിറ്റിയിൽ ജോലി ചെയ്യുവാണെന്ന്. പക്ഷെ നീ എന്താ ചെയ്യുന്നത്? പണത്തിന് വേണ്ടി ഒരുത്തൻ്റെ കൂടെ? നിനക്ക് അറപ്പ് തോന്നുന്നില്ലേ? പെട്ടെന്ന് ആദിയുടെ മുഖം രക്തവർണ്ണമായി. ഞാൻ നിങ്ങൾ കരുതുന്ന പോലെ അല്ല. അവൾ പറയാൻ ശ്രമിച്ചതും അവൻ അവളുടെ മുഖത്തേക്ക് രൗദ്രഭാവത്തിൽ നോക്കി. ഒരു നിമിഷം ആ നോട്ടത്തിന് മുന്നിൽ താൻ ഭസ്മമായി പോകുന്നത് പോലെ വൈശാലിക്ക് തോന്നി. നിറഞ്ഞു വന്ന മിഴികൾ അവൾ ഒരു കൈ കൊണ്ട് തുടച്ചു. പെട്ടെന്ന് തിരികെ പോന്നു. ഇതേ സമയം വിശ്വത്തിൻ്റെ ക്യാബിനിൽ. മേ ഐ സർ? നിഹാരിക ചോദിച്ചതും അയാളുടെ കഴുകൻ്റെ കണ്ണുകൾ വീണ്ടും വിടർന്നു. ആ വരൂ. എന്താ നിഹാരിക? സാർ ഒന്ന് എണീക്കാമോ? എനിക്കൊരു കാര്യം സാറിൻ്റെ ചെവിയിൽ പറയണം. അവൻ്റെ മനസ്സിൽ ചിന്തകൾ കാടുകയറി. അവൻ എണീറ്റ് അവൾക്ക് മുന്നിൽ മുഖം വെച്ചു കൊടുത്തു. എന്നാൽ അടുത്ത നിമിഷം അവൻ്റെ കരണം നോക്കി നിഹാരിക ഒന്ന് പൊട്ടിച്ചു. എന്താണ് നടന്നതെന്ന് കുറച്ചു നേരത്തേക്ക് അവന് മനസ്സിലായില്ല. ഡീ! അവൻ അവളുടെ നേരെ കൈ ഓങ്ങിയതും അവൾ തടഞ്ഞു നിർത്തി. നിന്റെ ഇമ്മാതിരി ശൗര്യം കെട്ടിയോളോട് മതി, അല്ലാതെ അന്നന്നത്തെ അന്നത്തിനായി ജോലിക്ക് വരുന്ന പെണ്ണുങ്ങളുടെ നെഞ്ചത്ത് വേണ്ട. കേട്ടോടെ കൊള്ള. അവൾക്ക് മുന്നിൽ അവൻ ഒന്ന് പകച്ചു നിന്നു. നിഹാരിക ഒരു പുഞ്ചിരിയോടെ വൈശാലിക്ക് അടുത്തേക്ക് പോയി.